നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ്, പ്രത്യേകിച്ച് എസ്പെഷ്യലി ബൗളേഴ്സ് ആൻഡ് ഓൾറൗണ്ടേഴ്സ്, അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ വരുമ്പോൾ അവർ പരിക്കിന്റെ പിടിയിലാവുന്നു. എന്നാൽ IPL മത്സരങ്ങൾക്കാണെങ്കിൽ അവർ ഫുള്ളി ഫിറ്റ്. എന്നാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ശരിക്കും ഒരു അനീതിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ കുറച്ച് പേരുകൾ പറയാം. ജസ്പ്രീത് ബുംറ ഇപ്പൊ ശ്രീലങ്കൻ സീരീസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം പരിക്കാണ് കാരണം. എന്നാൽ ഈ IPL സീസണിൽ 14 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, ഫുൾ സീസൺ കളിച്ചിട്ടുണ്ട്, ഒരു പരിക്കുമില്ലാതെ. അതുപോലെ ഹാർദിക് പാണ്ഡ്യ, പുള്ളിയും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കളികൾ വരുമ്പോൾ പുള്ളിക്ക് റെസ്റ്റും പരിക്കും എല്ലാം വരുന്നുണ്ട്. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി വേറൊരു ഓൾറൗണ്ടറാണ്. ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞാൽ ഇന്ത്യയെ ആശ്രയിക്കുന്ന പുതിയൊരു ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തിന് തന്നെ സെയിം അവസ്ഥ, മാച്ച് ഫിറ്റ്നസ് തീരില്ല. നാഷണൽ ഗെയിംസ് വരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നമുള്ളൂ. എന്താ പറയാ, IPL മറ്റു കളികൾക്കൊന്നും ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. അവരെല്ലാ മാച്ചും ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? BCCI എന്താണ് ഇതിലൊരു ആക്ഷൻ എടുക്കാത്തത്? IPL കളിക്കാൻ ഇവരെല്ലാം സന്നദ്ധരാണ്, ഇവർക്ക് ഫുള്ള് കളിക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ ടീമിന്റെ ഒരു സീരീസോ ഒരു പരമ്പര എന്തെങ്കിലും ഒരു ആവശ്യ സമയം വരുമ്പോൾ ഇവർക്കെല്ലാം പരിക്കുവാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒരു തെറ്റായിട്ട് കാര്യമല്ല പറയുന്നത്. കൃത്യമായ പേരുകളടക്കം പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ അവസാന കണ്ണി പോകുമ്പോഴാണ്. അതേസമയം നിങ്ങൾ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിനെയും ന്യൂസിലൻഡ് പ്ലേയേഴ്സിനെയും സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സിനെയും ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനൊക്കെ ഒന്ന് നോക്കി നോക്കിയേ. അവര് IPL ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട്, അവരുടെ ബിഗ് ഫ്ലാഷ് IPL ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് രാജ്യത്തിന്റെ കളികൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നു, ഈ രാജ്യത്തുള്ള എല്ലാവരും. അതേസമയം ഇന്ത്യക്കാരെന്താണ് ചെയ്യുന്നത്? IPL പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫ്ലാറ്റ് പിച്ചേഴ്സിൽ കുറച്ച് റൺസ് ഒക്കെ എടുത്ത് ഇന്ത്യൻ ടീമിലേക്ക് എത്തി, അത് അവിടെ വീണ്ടും ഫ്ലോപ്പ് ആവും. ഇതൊക്കെയാണ് ഇന്ത്യൻ BCCI നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറികൾ, രാഷ്ട്രീയ തിരിമറികൾ, അങ്ങനെ തന്നെ വേണം പറയാം. എക്സാമ്പിൾ എടുക്കൂ, പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ഹേസൽവുഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇവരടുത്ത കൊല്ലത്ത് IPL സ്കിപ്പ് ചെയ്യാൻ പോകാന്നാണ് ഇപ്പോൾ അവർ നൽകുന്ന റിപ്പോർട്ടുകൾ. കാരണം IPL തൊട്ട് പിന്നാലെ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിന് ഫുള്ളി ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി അവര് പ്രിപ്പറേഷൻസിന് വേണ്ടി അടുത്ത കൊല്ലത്ത് IPL ക്വിറ്റ് ചെയ്യാനാണ് സാധ്യത. സോ ദാറ്റ്സ് ഓൾ. അവർക്ക് രാജ്യമാണ് വലുത്. ഇവിടെ ഇന്ത്യയിൽ IPL ആണ് ഏതോ വലിയ സംഭവം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും നടക്കണം. ശരിക്കും പറഞ്ഞാൽ IPL ഇപ്പൊ നെഗറ്റീവ് എനർജി മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരുമാനത്തിൽ BCCIക്ക് വലിയ പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ മൊത്തത്തിൽ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കരിയറിൽ അതൊരു കരിനിഴലായി മാറിക്കൊണ്ടിരിക്കുകയാണ് IPL എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചോ, കണ്ട് നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ കൃത്യമായി നിങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് നമുക്ക് നോക്കണം.